എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പരിപ്പും നെയ്യുമാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ ആദ്യം പരിപ്പും നെയ്യും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അത് പല ഭാഗങ്ങളിലും പല വിധത്തിലാണ്. ചെറുപയർ പരിപ്പിലും ഉണ്ടാക്കുന്നുണ്ട്, സാധാരണ സാമ്പാർ പരിപ്പിലും ഉണ്ടാക്കുന്നതും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പിലാണ്. രണ്ട് വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പരിപ്പുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത്. ഇത് ചെറുപയർ പരിപ്പാണ്. ഇതിനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, 1-2 പച്ചമുളക്, അത് ഓപ്ഷണലാണ്. ചുവന്ന മുളക് അല്ലെങ്കിൽ ഇതാ ഉപയോഗിച്ചാൽ മതി. നാളികേരം ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കാം. ഇനി അതിലേറെ ആവശ്യമുണ്ട് വെച്ചാൽ കൂട്ടിയെടുക്കാം. ജീരകം ഒരു നുള്ള്, ഒരു 1-2 ചെറിയ ഉള്ളി, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, കറിക്കനുസരിച്ച് ഉപയോഗിക്കാം. പരിപ്പ് കറിക്കുള്ള ചെറുപയർ പരിപ്പ് ഞാനൊന്ന് അടുപ്പത്ത് ഇളം തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ചെറുപയറിൻ്റെ വറവ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടിച്ച പൊട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ടത് നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് കുക്കറിലിടാം. ചെറുപയർ പരിപ്പ് ഞാനൊന്ന് കഴുകി ഊറ്റി വെച്ച് ഇനിയിപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, കുറച്ച് ഉപ്പ് ഇടണുള്ളൂ. ഇനി പിന്നെ വേണമെങ്കിൽ ഇടാം. മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ. മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിൽ അരയ്ക്കാം. ഞാനിപ്പോൾ പച്ചമുളകാണ് അരയ്ക്കുന്നത്. തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. പരിപ്പ് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ വെറുതെ വേണമെങ്കിലും എടുക്കാം. അതാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല നാളികേരം കരക്കണേക്കാളും. അങ്ങനെ എടുക്കാം. അതല്ല അല്ലെങ്കിൽ നമുക്ക് നാളികേരം അരച്ചാണ് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. ഇതിൽ കുറച്ച് നെയ്യും ഇത് മാത്രം ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പരിപ്പ് കറിക്കുള്ള അരപ്പിനുള്ളതാണിത്. നാളികേരം, ജീരകം, ഉള്ളി, ഒരു പച്ചമുളക്. ചുവന്ന മുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പച്ചമുളക്. ഞാനിവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പരിപ്പ് കറിക്ക് അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് തള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. കറിവേപ്പില ഇട്ടു. ഇനി ഇതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ കടുവൊക്കെ പൊട്ടിക്കാം. നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ നെയ്യിൻ്റെ കൂടെ ആയതുകൊണ്ട് നമ്മളിതൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇതാണ് സദ്യക്കുള്ള പരിപ്പും നെയ്യും. ഇനി ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം, കറിയിൽ ഒഴിച്ചും ഉപയോഗിക്കാം. ഇത് വെറും പരിപ്പും നമ്മൾ ഉപ്പിട്ട് വേവിച്ച പരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വിളമ്പിയാലും നല്ലതാണ്. സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ വിളമ്പാൻ നല്ലതാണ്. ഇതൊന്നും കൂടി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.